ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഞാനിന്ന് ഉണ്ടാക്കുന്ന വൈകുന്നേരത്തിനുള്ള പഴം കൊണ്ടുള്ളൊരു സ്നാക്കാണ്, ആവിയിൽ വേവിച്ച സ്നാക്ക്. എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു ഫ്രൈ പാൻ വെക്കുക, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2-3 ഏലക്കായ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നേരം അതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായിട്ടുണ്ടാവും. ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക, ഉണക്കമുന്തിരി. ഇത്തിരിയൊക്കെ കുറേശ്ശെ മതി ഇട്ടെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം, നല്ല പഴുത്ത പഴം, അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയത് അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു അരമുറി തേങ്ങ ഉണ്ടല്ലോ ചിരണ്ടിയത് അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടാക്കി നന്നായി വെന്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ ശർക്കര. മധുരം കുറവാണ്, നിങ്ങൾക്ക് മധുരം ഇട്ട് കൊടുക്കട്ടെ. ഞങ്ങൾക്ക് മധുരം പറ്റാത്തതുകൊണ്ടാണ് മധുരം കുറച്ചിട്ടുള്ളത്. അതുപോലെ കാണാൻ കളറും കുറവാണ്, കാരണം മധുരം കൂടുമ്പോഴല്ലേ കളറ് കിട്ടുള്ളൂ. അങ്ങനെ നല്ല രസമുള്ള ശർക്കര പൊടിയാണ്, ഇത് മേടിച്ചാൽ മതി. അതിന് ശേഷം അതിലേക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 2.5 ടേബിൾ സ്പൂണൊന്നും ശർക്കര ഉരുക്കിയെടുക്കുക. 2.5 ടേബിൾ നിങ്ങൾക്ക് എത്ര മധുരം ചത്തിരി ഇടണം കേട്ടോ, ഇതിൽ മധുരം കുറവാണ്. എന്നിട്ട് 2 മുട്ട ഇതിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന്, അതിൽ നല്ല ഗോതമ്പപ്പൊടിയാണ് ചേർത്തിട്ടുള്ളൂ. 1.5 കയ്യിൽ ഗോതമ്പപ്പൊടി, ഒരു 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഈ പാൽ ഒഴിക്കരുത്, തേങ്ങാപ്പാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. എന്നാൽ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ ഉണ്ടാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ നല്ല നെയ്യൊക്കെ ഒന്ന് തേച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിന് വൈകുന്നേരത്തിന് നല്ല സ്നാക്കുമാണ്. ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, മൂടി ഇച്ചിരി വേവിക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ മൂടി തുറന്ന ശേഷം ഒന്ന് വേവിക്കുക. ആകുമ്പോൾ എന്താണ്, നമ്മളെ മേലത്തെ ഭാഗം വേവാനാണെങ്കിൽ മൂടി തുറന്ന് വേവിക്കാൻ പറഞ്ഞു കണ്ടാ. മേലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് അത് തന്നെ ഇളക്കിയിട്ട് എന്നിട്ട് കൊട്ടിക്കൊടുത്തതിന് നല്ല രസം ഉണ്ടാവും. ഇത് ശർക്കര കുറവുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ വെള്ള പോലെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര കൂട്ടി കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ശർക്കര പറ്റാത്തതുകൊണ്ടാണ്. നല്ല രസമുള്ള സ്നാക്കാണ്.